തെക്കു പടിഞ്ഞാറൻ സൗദി അറേബ്യയിലെ ജസാൻ പ്രവിശ്യയിലെ ഫൈഫ പട്ടണത്തിന് സമീപമാണ് ഫൈഫ പർവ്വതനിരകൾ സ്ഥിതി ചെയ്യുന്നത്. ചെങ്കടലിൽ നിന്ന് 60 കിലോമീറ്ററും ജസാൻ നഗരത്തിൽ നിന്ന് 100 കിലോമീറ്ററും അകലെയുള്ള സൗദി അറേബ്യയിലെ ഏറ്റവും ആകർഷകമായ പ്രകൃതി ദൃശ്യങ്ങളിലൊന്നാണ് ഫൈഫ പർവ്വതനിരകൾ. ഈ പർവ്വതനിരകളെ ഹാങ്ങിങ് ഗാർഡൻസ് ഓഫ് സൗദി അറേബ്യ എന്നും വിളിക്കുന്നുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കൊത്തിയെടുത്ത അതിശയകരമായ പച്ച മട്ടുപ്പാവുകളുടെ ആവാസ കേന്ദ്രമാണ് പർവ്വതങ്ങൾ. കാരണം അവരുടെ ഉദ്ദേശം ഈ കുത്തനെയുള്ള ഭൂമിയിൽ കൃഷി കൊണ്ടുവരിക എന്നതാണ്. ഫൈഫയിലെ ജനസംഖ്യ ഏകദേശം 30,000 പേരോളമാണ്. എല്ലാവിധ സൗകര്യങ്ങളും മലനിരകളിൽ ലഭിക്കും. യാത്ര ചെയ്യാനുള്ള റോഡുകൾ വളരെ ഇടുങ്ങിയതാണ്. മാത്രമല്ല, റോഡുകൾക്ക് മൂർച്ചയുള്ള വളവുകളും തിരിവുകളുമുണ്ട്. ഗ്രാമത്തിലെ കാലാവസ്ഥ വർഷം മുഴുവനും സൗമ്യമാണ്. ഇത് പ്രദേശവാസികളുടെ പ്രധാന വരുമാന മാർഗമായ കൃഷിക്ക് അനുയോജ്യമായ സ്ഥലമാക്കി മാറ്റുന്നു. ഒറിഗാനോ, ലാവൻഡർ, തുളസി തുടങ്ങിയ ഔഷധ സസ്യങ്ങളും മാങ്ങ, നാരങ്ങ, പേരയ്ക്ക, അത്തിപ്പഴം, അവക്കാഡോ എന്നിവയുൾപ്പെടെയുള്ള പഴവർഗ്ഗങ്ങളും നാട്ടുകാർ കൃഷി ചെയ്യുന്നു. ഉയർന്ന നിലവാരമുള്ള തേനും ശ്രദ്ധേയമായ വിപണന വസ്തുവാണ് ഫൈഫ മലനിരകളിൽ. ജസാനിൽ മാത്രം ഏകദേശം 1,70,000-ഓളം കാപ്പി മരങ്ങളുണ്ട്. കോഫി ബീൻസ് ഫെസ്റ്റിവൽ അവർക്ക് വലിയ ആഘോഷം തന്നെയാണ്. കുട്ടികളും മാതാപിതാക്കളും കാപ്പി ഫാമുകളിലെ വിളവെടുപ്പ് ആസ്വദിക്കുന്നുണ്ട്. പ്രദേശവാസികൾക്കിടയിൽ കാപ്പി മരത്തിന്റെ മൂല്യം പ്രതിഫലിക്കുന്നു. തെക്കൻ സൗദി അറേബ്യയിലെ ആളുകൾ കാപ്പിയെ അവരുടെ ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമായി കാണുന്നു. 2100 മീറ്റർ ഉയരമുള്ള ഈ പർവ്വതനിര ഏകദേശം 600 സ്ക്വയർ കിലോമീറ്റർ വിസ്തീർണമുള്ളവയാണ്. ഇത്രയും ഉയരമുള്ളതുകൊണ്ട് അവിടുത്തെ പ്രദേശവാസികൾ ഫൈഫയെ ചന്ദ്രന്റെ അയൽക്കാർ എന്ന് വിളിക്കുന്നുണ്ട്. ഫൈഫ പർവ്വതനിരകളിലെ താപനില പൊതുവെ മിതമായതാണ്. പാറക്കൂട്ടങ്ങൾ പച്ച സസ്യങ്ങളാൽ മൂടപ്പെട്ടിരിക്കുന്നു. കൂടാതെ നിരവധി കാർഷിക ടെറസുകളുമുണ്ട്. വയലുകളിൽ നട്ടുപിടിപ്പിച്ച വിളകൾ കാപ്പി, ചോളം, കൊക്കോ, മാവ്, പേരയ്ക്ക എന്നിവയൊക്കെയാണ്. മലകൾ പരസ്പരം വളയുന്നു. ദൂരെ നിന്ന് നോക്കിയാൽ പർവ്വതങ്ങൾ ഒരു പിരമിഡ് ആകൃതിയിലുള്ള പോലെ കാണപ്പെടുന്നു. ഫൈഫ പർവ്വതനിരകൾ കൃഷിക്കും അതിൻ്റെ സീസൺ വിളകളുടെ വൈവിധ്യത്തിനും പേരുകേട്ടതാണ്. ധാന്യങ്ങൾ, പച്ചക്കറികൾ, സുഗന്ധമുള്ള സസ്യങ്ങൾ, ഒരുപക്ഷെ ഏറ്റവും പ്രശസ്തമായ വിളകളിലൊന്നാണ് ഖവലാനി കാപ്പി. കാരണം ഇത് സൗദി അറേബ്യയിലെ ഏറ്റവും മികച്ച കാപ്പിയായി കണക്കാക്കപ്പെടുന്നു. കർഷകരുടെ ഹൃദയങ്ങളിലാണ് ഖവലാനി കാപ്പി മരത്തിന്റെ പ്രാധാന്യം സൂചിപ്പിക്കുന്നത്. തൈകൾ നടുന്നത് മുതൽ ഉൽപ്പന്നം വിൽക്കുന്നതുവരെയുള്ള കാപ്പി വ്യാപാരത്തിന്റെ ഏറ്റവും നിർണായക ഘട്ടങ്ങളിൽ അവർ ഏറ്റവും ആഡംബരമായ വസ്ത്രം ധരിക്കുന്നു. തങ്ങളുടെ പഴയ നാടോടി വസ്ത്രങ്ങൾ അവർ സൂക്ഷിക്കുന്നു. കുട്ടികൾക്ക് അവരുടെ പിതാക്കന്മാരിൽ നിന്ന് പാരമ്പര്യമായാണ് ഈ വസ്ത്രം ലഭിക്കുന്നത്. ഈ വസ്ത്രം ഉപയോഗിക്കുകയും അതേപോലെ തന്നെ പരിപാലിക്കുകയും ചെയ്യുന്ന ജനസംഖ്യയുടെ വലിയൊരു ഭൂരിപക്ഷം തന്നെയുണ്ട്. ഈ വസ്ത്രത്തിൽ ഷെമീസും ബിസ്രയും, സുഗന്ധമുള്ള തലപ്പാവ്, ബെൽറ്റ്, ജാൻബിയ എന്നിവ അടങ്ങിയിരിക്കുന്നു. മേലെയുള്ള വസ്ത്രത്തെ, അതായത് ഷർട്ടിനെ സൂചിപ്പിക്കാൻ ഷെമീസ് എന്ന ഇംഗ്ലീഷ് പദമാണ് അവർ ഉപയോഗിക്കുന്നത്. അതേപോലെ വിസ്ര എന്നാൽ പാവാട പോലത്തെ വസ്ത്രമാണ്. ഷർട്ടിൽ സാധാരണമായ ഒരു നിറമുണ്ട്. പുരുഷന്മാർ ഒരു ബെൽറ്റ് ധരിക്കുന്നു. അതിൽ ജാൻബിയ ഉണ്ട്. മധ്യഭാഗത്തുള്ള ഒരു ചെറിയ വളഞ്ഞ ബ്ലേഡുള്ള കത്തിയെയാണ് ജാൻബിയ എന്ന് പറയുന്നത്. ഖാദി, കാഞ്ഞിരം, അറേബ്യൻ ജാസ്മിൻ തുടങ്ങിയ സുഗന്ധമുള്ള സസ്യങ്ങളടങ്ങിയ ഒരു തലപ്പാവും അവർ ധരിക്കുന്നു. ധൈര്യത്തിൻ്റെയും ഉദാരതയുടെയും പ്രതീകമായിട്ടാണ് പ്രദേശവാസികൾ ജാൻബിയ ധരിക്കുന്നത്. ചുറ്റുമുള്ള പർവ്വതങ്ങളുടെ കഠിനമായ സ്വഭാവത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ മേഖലയിലുള്ള കർഷകർ വളർന്നത്. ജാൻബിയ ധരിക്കുമ്പോൾ ആളുകൾ സാധാരണയായി തങ്ങളുടെ പൂർവികരുടെ പാരമ്പര്യങ്ങളിലും ആചാരങ്ങളിലും എത്രമാത്രം അഭിമാനിക്കുന്നു എന്ന് കാണിക്കുന്നുണ്ട്. പർവ്വതങ്ങളിലെ ജനങ്ങൾ അവരുടെ സഹിഷ്ണുതയ്ക്കും സ്വതസിദ്ധമായ അനുരഞ്ജന സ്വഭാവത്തിനും പേരുകേട്ടവരായതിനാൽ കുട്ടികൾ കത്തി കൊണ്ട് നടക്കുന്നതിൽ മുതിർന്നവർക്ക് ആശങ്കയില്ല. ഇവിടെയുള്ള ആളുകൾ സഹകരണം, ഐക്യദാർഢ്യം, പരോപകാരം എന്നിവയിൽ വളർന്നവരാണ്. കുട്ടികൾ അലങ്കാരത്തിന് വേണ്ടി മാത്രമാണ് ജാൻബിയ ധരിക്കുന്നത്. അതിലവർ അഭിമാനിക്കുന്നു. കാരണം ഇത് അവരുടെ പിൻഗാമികളുടെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്.